ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ ഫോൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. 10,000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. 10,000 രൂപയ്ക്കുള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമറയും ഡിസ്പ്ലേയും ബാറ്ററി ബാക്കപ്പും ഫീച്ചേഴ്സൊക്കെ തരുന്ന കുറച്ച് മൊബൈൽ ഫോണുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഒന്നാമതായിട്ട് റിയൽമി നാർസോ N53 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ് വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ 6.74 ഇഞ്ചും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. യൂണിസോക് T612 പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററി ബാക്കപ്പും 4GB 6GB 8GB റാമുകളിലും ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണ് 64GB 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 8 മെഗാപിക്സലും റിയർ ക്യാമറ 50 മെഗാപിക്സലോട് കൂടിയിട്ടാണ് വരുന്നത്. ഓവറോളായിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ക്വാളിറ്റിയും ലൈറ്റ് വെയ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് വരുന്നത് ബാക്ക് ക്യാമറയുടെ ഒരു ക്വാളിറ്റി ഇല്ലായ്മയാണ്. ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് 7,499 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് സാംസങ് കാറ്റഗറിയിൽ വരുന്ന സാംസങ് ഗാലക്സി M45G എന്ന് പറഞ്ഞ മൊബൈൽ ഫോണാണ് വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോണ് 6.60 ഇഞ്ച് ഡിസ്പ്ലേയും ഒക്ടാകോർ പ്രോസസ്സറുമാണ് വരുന്നത്. 30 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 50+2 ട്രിപ്പിൾ ക്യാമറയോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ റിയൽ ക്യാമറകളും വരുന്നത്. 4GB 6GB റാമുകളിലും ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആയിട്ടുണ്ട്. 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഇതിൽ കിട്ടുന്നുണ്ട്. 6000 mAh ഒരു മാസമായിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പും ഈ ഒരു മൊബൈൽ ഫോണിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് 9,990 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് മോട്ടറോള G24 പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ് വരുന്നത്. ഈ ഒരു മൊബൈൽ ഫോൺ 6.56 ഇഞ്ച് ഡിസ്പ്ലേയും MediaTek Helio G85 പ്രോസസ്സറോട് കൂടിയിട്ടാണ് വരുന്നത്. 60 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 50+2 MB റിയർ ക്യാമറയോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 4GB 8GB റാമിലും ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 6000 mAh ബാറ്ററിയും എടുത്തിട്ടുണ്ട് ഈ ഒരു മൊബൈൽ ഫോൺ. ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മാർക്കറ്റിൽ 8,999 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. നാലാമതായിട്ട് ഇൻഫിനിക്സ് സ്മാർട്ട് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ്. ഈ ഒരു മൊബൈൽ ഫോൺ 6.6 ഇഞ്ച് ഡിസ്പ്ലേയും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ആൻഡ്രോയിഡ് 30യും 8 MB ഫ്രണ്ട് ക്യാമറയും റിയർ ആയിട്ട് 30 മെഗാപിക്സലിൻ്റെ ക്യാമറയോട് കൂടിയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ബാറ്ററി ബാക്കപ്പും ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 7,499 രൂപയാണ്. ടെക്നോൻ്റെ മൊബൈൽ ഫോണാണ് ടെക്നോ പോപ്പ് 8 എന്ന് പറയുന്നത്. ഈ ഒരു മൊബൈൽ ഫോണ് 6.6 ഇഞ്ച് ഡിസ്പ്ലേയും 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യൂണിസോക് T606 പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്മാർട്ട് ഫോൺ വരുന്നത് 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും 30 മെഗാപിക്സലിൻ്റെ ബാക്ക് ക്യാമറയായിട്ടാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 6,599 രൂപയാണ്. ഇന്നത്തെ വീഡിയോയിൽ 10,000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന 5 മൊബൈൽ ഫോണുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് 10,000 രൂപയ്ക്കുള്ളിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് മൊബൈൽ ഫോണുകൾ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.